H1B വിസയുള്ളവരുടെ ഭാര്യമാർ പുതിയ കേസ് നൽകിയിരിക്കുകയാണ്. വിദേശികളുടെ ജോലി ലൈസൻസുകളുടെ ഓട്ടോമാറ്റിക് വിപുലീകരണം റദ്ദാക്കിയ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി നിയമം നിയമവിരുദ്ധമാണെന്നും അത് റദ്ദാക്കണമെന്നുമാണ് പരാതിയിൽ വാദിക്കുന്നത്. ബ്ലൂംബർഗ് ലോയിലെ ഇമിഗ്രേഷൻ ആൻഡ് ലേബർ റിപ്പോർട്ടറായ ആൻഡ്രൂ ക്രിഗ്ബാമാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. H1B വിസയുള്ളവരുടെ ഭാര്യമാരുടെ ഒരു കൂട്ടം അവരുടെ ജോലി അനുമതി രേഖകളുടെ ഓട്ടോമാറ്റിക് വിപുലീകരണം അവസാനിപ്പിച്ച DHS നിയമത്തെ ചോദ്യം ചെയ്യുകയായിരുന്നു. EAD നിയമത്തിനെതിരായ കേസ് എന്താണെന്ന് നോക്കാം. അമേരിക്കയിൽ ചില തൊഴിലനുമതി വിഭാഗങ്ങളിൽ EAD പുതുക്കുന്ന വിദേശ തൊഴിലാളികൾക്ക് നൽകിയിരുന്ന ഓട്ടോമാറ്റിക് വിപുലീകരണം നിർത്തലാക്കി. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി ഒരു ഇടക്കാല അന്തിമ നിയമം പ്രഖ്യാപിച്ചു. ഇത് 2025 ഒക്ടോബർ 30 മുതൽ പ്രാബല്യത്തിൽ വന്നു. ഈ നിയമം അനുസരിച്ച് EAD കാലാവധി തീരുന്നതിന് 180 ദിവസത്തിനുള്ളിൽ പുതുക്കൽ നടപടികൾ ആരംഭിക്കണം. മുമ്പ് ഇതിന് 540 ദിവസത്തെ അനുമതിയായിരുന്നു. സെൻട്രൽ ഡിസ്ട്രിക്ട് ഓഫ് കാലിഫോർണിയയിൽ ഫയൽ ചെയ്ത കേസിൽ DHS അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊസീജിയർ ആക്ട് ലംഘിച്ചെന്നും പൊതു അറിയിപ്പ് കൂടാതെ നിയമം പുറപ്പെടുവിക്കാൻ ന്യായമായ കാരണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെന്നും പറയുന്നു. കുടിയേറ്റക്കാരെ കൂടുതൽ പരിശോധിക്കേണ്ടതിന്റെ ആവശ്യകതയും തെറ്റാണെന്ന് പരാതിയിൽ പറയുന്നുണ്ട്. കാരണം സുരക്ഷാ പ്രശ്നങ്ങൾക്കായി ഏജൻസിക്ക് അവരെ എപ്പോൾ വേണമെങ്കിലും പരിശോധിക്കാൻ കഴിയുമായിരുന്നു. ജോലി ലൈസൻസുകളുടെ വിപുലീകരണം ഇല്ലാതാക്കിയ ഒക്ടോബറിലെ ഇടക്കാല അന്തിമ നിയമം അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊസീജിയർ ആക്ടിനെ ലംഘിച്ചുവെന്ന് സെൻട്രൽ ഡിസ്ട്രിക്ട് ഓഫ് കാലിഫോർണിയയിലെ ഒരു പരാതിയിൽ പറയുന്നുണ്ട്. കാരണം അത് ഏകപക്ഷീയവും വിവേചനപരവുമായിരുന്നു. കൂടാതെ അറിയിപ്പും അഭിപ്രായ ശേഖരണവും ഒഴിവാക്കാൻ നല്ല കാരണങ്ങളൊന്നും സ്ഥാപിച്ചില്ലെന്നും ബ്ലൂംബർഗ് ലോ റിപ്പോർട്ട് ചെയ്തു. ട്രംപ് ഭരണകൂടം ഒക്ടോബറിൽ ഈ ഓട്ടോമാറ്റിക് പുതുക്കലുകൾ ഇല്ലാതാക്കി. ഇത് ഈ വർഷം ആയിരക്കണക്കിന് തൊഴിലാളികളെ തൊഴിൽ രംഗത്ത് നിന്ന് പുറത്താക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ക്രിഗ്ബാം തൻ്റെ ലിങ്ക്ഡിൻ അക്കൗണ്ടിൽ എഴുതിയിരിക്കുന്നത്. യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ എല്ലാ ജീവനക്കാരും അവരുടെ പൗരത്വമോ ദേശീയതയോ പരിഗണിക്കാതെ അമേരിക്കയിൽ ജോലി ചെയ്യാൻ അനുമതിയുള്ളവരായിരിക്കണമെന്ന് US തൊഴിലുടമകൾ ഉറപ്പാക്കണം. ഒരു നിശ്ചിത കാലയളവിലേക്ക് അമേരിക്കയിൽ ജോലി ചെയ്യാൻ നിങ്ങൾക്ക് അനുവാദമുണ്ടെന്ന് തെളിയിക്കുന്നതിനുള്ള ഒരു മാർഗമാണ് തൊഴിൽ അനുമതി രേഖ ഫോം I-766 EAD. വിദേശ തൊഴിലാളികൾക്ക് ജോലി ചെയ്യാൻ അനുമതി ലഭിക്കാൻ EAD അപേക്ഷിക്കണം. EAD അഭ്യർത്ഥിക്കാൻ നിങ്ങൾ സാധാരണയായി ഫോം I-765 അപ്ലിക്കേഷൻ ഫോർ എംപ്ലോയ്മെൻറ്റ് ഓതറൈസേഷൻ ഫയൽ ചെയ്യണം. നിങ്ങളുടെ ഇമിഗ്രേഷൻ സ്റ്റാറ്റസ് അല്ലെങ്കിൽ സാഹചര്യങ്ങൾ കാരണം അമേരിക്കയിൽ ജോലി ചെയ്യാൻ നിങ്ങൾക്ക് അനുവാദമുണ്ടെങ്കിൽ ആ തൊഴിൽ അനുമതിക്ക് തെളിവ് ആവശ്യമാണെങ്കിൽ നിങ്ങൾ EAD അപേക്ഷിക്കണം. നിങ്ങളൊരു നിയമപരമായ സ്ഥിരം താമസക്കാരനാണെങ്കിൽ EAD അപേക്ഷിക്കേണ്ടതില്ല. നിങ്ങളുടെ ഗ്രീൻ കാർഡ് ഫോം I-551 പെർമനന്റ് റെസിഡന്റ് കാർഡ് നിങ്ങളുടെ തൊഴിലനുമതിക്ക് തെളിവാണ്. ഒരു നിശ്ചിത തൊഴിലുടമയ്ക്കായി നിങ്ങളുടെ സ്റ്റാറ്റസ് അനുസരിച്ച് ജോലി ചെയ്യാൻ അനുമതിയുള്ള നോൺ ഇമിഗ്രൻ്റ് സ്റ്റാറ്റസ് ഉള്ളവരാണെങ്കിൽ, ഉദാഹരണത്തിന് നിങ്ങളൊരു H1B, L1B, O അല്ലെങ്കിൽ P നോൺ ഇമിഗ്രൻ്റ് ആണെങ്കിൽ നിങ്ങൾ EAD അപേക്ഷിക്കേണ്ടതില്ല. ഈ നിയമം മാറ്റുന്നത് ആയിരക്കണക്കിന് ആളുകളെ പ്രതിസന്ധിയിലാക്കും. കാരണം അവരുടെ ജോലി ലൈസൻസ് പുതുക്കാൻ സമയപരിധി കുറഞ്ഞത് കാരണം അവർക്ക് ജോലി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഇത് അവരുടെ കുടുംബങ്ങളെയും സാമ്പത്തികമായി ബാധിക്കും. ഈ നിയമം കൊണ്ടുവന്നത് പൊതുജനങ്ങളുടെ അഭിപ്രായം തേടാതെയാണെന്നും ഇതിന് മതിയായ കാരണങ്ങളിൽ നിന്നും കേസിൽ പറയുന്നുണ്ട്. സുരക്ഷാ പരിശോധനകൾക്ക് എപ്പോഴും അവസരമുണ്ടായിട്ടും എന്തിനാണ് ഈ മാറ്റം വരുത്തിയതെന്നും അവർ ചോദിക്കുന്നുണ്ട്. ഈ കേസ് അമേരിക്കയിലെ തൊഴിൽ നിയമങ്ങളെയും കുടിയേറ്റക്കാരെയും സംബന്ധിച്ചുള്ള ഒരു പ്രധാന വിഷയമാണ്.